വീണ്ടും പകർച്ചവ്യാധി ഭീഷണിയിലാണ് കോഴിക്കോട് ജില്ല. മഴ കനത്തതോടെ പലയിടത്തും വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. നഗരസഭയും ആരോഗ്യവകുപ്പും അടക്കം മഴക്കാലപൂർവ്വ ശുചീകരണത്തിൽ വീഴ്ച വരുത്തിയെന്ന വിമർശനവും ശക്തമാണ്. ഗൂഗിൾ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഗൂഗിൾ, ഈ പകർച്ചവ്യാധി ഒരു വലിയ പ്രശ്നമാണ്. അത് കോഴിക്കോട് ജില്ലയിലാകെയും വലിയ ഒരു മുന്നറിയിപ്പായി നിലനിൽക്കുന്നുമുണ്ട്. അപ്പോൾ എന്തൊക്കെ മുന്നറിയിപ്പുകൾ ഇപ്പോൾ ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്? മുന്നൊരുക്കങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടോ? മുന്നൊരുക്കങ്ങളുടെ കാര്യത്തിൽ ഒരു പാളിച്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന വിമർശനമാണ് ഇപ്പോൾ ഉയരുന്നത്. കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിൽ ഓരോ വാർഡിലേക്കും 75,000 രൂപ വീതമാണ് ഈ മഴക്കാല പൂർവ്വ ശുചീകരണത്തിനായിട്ട് അനുവദിച്ചിരുന്നത്. എന്നാൽ ആ പണം മതിയാവാത്തൊരു സാഹചര്യമാണ് ഉള്ളത് എന്ന് പല സ്ഥലങ്ങളിൽ നിന്നും കൗൺസിലർമാർ പറയുന്നു. പണം കിട്ടിയ പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കാത്ത സാഹചര്യമുണ്ട്. പൊതുവിടങ്ങളിൽ മാലിന്യങ്ങൾ ഇപ്പോഴും കൂട്ടമായി തന്നെ കിടക്കുകയാണ്. ഈ ജലാശയങ്ങളിലൊക്കെ മാലിന്യങ്ങൾ കൂടിക്കിടക്കുന്നു. ഇതൊന്നും നീക്കാനുള്ള ഒരു പ്രവർത്തനങ്ങൾ കോർപ്പറേഷന്റെ ഭാഗത്തു നിന്ന്, ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. ജില്ലയിൽ തന്നെ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കൊന്നും ഈ പ്രാഥമികമായ മീറ്റിംഗുകൾ പോലും ഓരോ വാർഡിലും ചേർന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എലിപ്പനിയും ഡെങ്കിപ്പനിയും ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾ കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു ജില്ലയാണ് കോഴിക്കോട് ജില്ല. നേരത്തെ തന്നെ ഉണ്ടായിരുന്നു നിപ്പയുടെയും ഒക്കെ സാധ്യതകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഒരു മാസങ്ങൾക്ക് മുമ്പാണ് തൊട്ടടുത്തുള്ള മലപ്പുറം ജില്ലയിൽ നിപ്പയൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇത്തരത്തിലുള്ള ആരോഗ്യ രോഗങ്ങളുടെ അവസ്ഥകൾ കൂടുതലായി നിലനിൽക്കുമ്പോഴും അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായ കാര്യം. അതിന് പറയുന്നത് 75,000 രൂപയാണ്. ഘട്ടം ഘട്ടമായിട്ടാണ് ഇത്തരത്തിൽ പണം അനുവദിക്കുന്നത്. എന്നാൽ ആ പണം അനുവദിക്കുന്നത് മതിയാവുന്നില്ല എന്നൊരു വിമർശനമാണ് ഉള്ളത്. മഴത്തുള്ളി കിലുക്കം എന്ന പേരിലാണ് ഇവിടെയുള്ള കോഴിക്കോട് ജില്ലയിലെ ഈ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക്, മഴക്കാലപൂർവ്വ ശുചീകരണങ്ങൾക്ക് പ്രവർത്തനം നടത്തുവാൻ തീരുമാനിച്ചിരുന്നത്. എന്നാൽ ആ പ്രവർത്തനം എവിടെയും എങ്ങും എത്താത്തൊരു സാഹചര്യമുണ്ട്. അതിനാൽ തന്നെ പകർച്ചവ്യാധി ഭീഷണിയിലാണ് കോഴിക്കോട് ജില്ലയിലെ വിവിധ മേഖലകളിൽ ഉള്ളത്. അതായത് മഴ പെയ്യുന്ന സമയത്ത് വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യമാണ് എല്ലാ സ്ഥലത്തും ഉള്ളത്. ഡ്രൈനേജ് സംവിധാനങ്ങളൊന്നും പൂർണ്ണമായിട്ടും ശരിയാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. കോഴിക്കോട് നഗരത്തിൽ തന്നെയുള്ള മാനാഞ്ചിറ കിഡ്സൺ കോർണറിന് സമീപമുള്ള സ്ഥലത്ത് കഴിഞ്ഞ ദിവസം വൈകുന്നേരം പെയ്ത മഴയാണ്. ഇതുവരെ ആ വെള്ളം എങ്ങോട്ടും ഒഴുകി പോകാനുള്ള സംവിധാനങ്ങളില്ല. കനോലി കനാൽ പൂർണ്ണമായിട്ടും മാലിന്യങ്ങളാൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഒരുപാട് ഫണ്ടുകളൊക്കെ ചെലവഴിച്ച് അവിടുത്തെ മാലിന്യം നീക്കാനുള്ള പ്രവർത്തനങ്ങളൊക്കെ നേരത്തെ നടത്തിയിരുന്നെങ്കിലും ഒന്നും ശരിയാവാത്തൊരവസ്ഥയാണ്. അതിനാൽ തന്നെ കൗൺസിലർമാർ ഉൾപ്പെടെയുള്ള ആളുകൾ വിമർശനം ഉന്നയിക്കുന്നു. ജനങ്ങൾ ഇത്തരത്തിലുള്ള പകർച്ചവ്യാധി ഭീഷണിയെ നേരിടുകയാണ്. ആ സമയത്ത് വരുന്ന ജാഗ്രതാ നിർദ്ദേശം നമ്മൾ മഴക്കാലത്ത് ഈ ചൂടുള്ള വെള്ളം കുടിക്കുക, അത്യാവശ്യം മാത്രം പുറത്തിറങ്ങുന്ന സാഹചര്യം ഉണ്ടാവുക, ജലാശയങ്ങളിലേക്ക് ഇറങ്ങാതിരിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് നൽകുന്നത്. പക്ഷേ ഈ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താതെ ഇത്തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ മാത്രം വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതുകൊണ്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയില്ല എന്ന വിമർശനം ഇപ്പോൾ ശക്തമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. വീണ, ഓക്കെ.